ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് ചെറിയൊരു കഥ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് വരെ കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇന്ന് എൻ്റെ കയ്യിലുള്ളത് 20 രൂപയുടെ ഇന്ത്യൻ റുപ്പിയും 20ൻ്റെ ഒമാനി റിയാലും. ഞാൻ പറയുകയാണെങ്കിൽ 20 ഒമാനി റിയലിനെക്കാട്ടും വലുത് 20ൻ്റെ ഇന്ത്യൻ റുപ്പിയാണ് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഒരു കാലത്ത് ഒമാൻ, UAE, ഖത്തർ, കുവൈറ്റ്, പിന്നെ ആഫ്രിക്കൻ കൺട്രിയായ കെന്യ, ടാൻസാനിയ, എത്യോപ്യ, സുഡാൻ, ഉഗാണ്ട, മലേഷ്യ, സിംഗപ്പൂർ, ബർമ്മ, ഇറാഖ്, ഓസ്ട്രേലിയ, ടിബറ്റ്, പോർച്ചുഗീസ്, ഫ്രഞ്ച്, യൂറോപ്പ്, ശ്രീലങ്ക, ഈ പറഞ്ഞ സ്ഥലത്തൊക്കെ ഇന്ത്യൻ റുപ്പിയായിരുന്നു രാജാവ്. നിങ്ങൾ വിശ്വസിക്കുമോ? എന്നാൽ ശരിക്കും പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ എവിടെയൊക്കെ ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ടോ അവിടെയൊക്കെ ഇന്ത്യൻ റുപ്പിയാണ് യൂസ് ചെയ്തത്. പിന്നെ ഈ ഇന്ത്യൻ റുപ്പി യൂസ് ചെയ്തിട്ടാണ് മിഡിൽ ഈസ്റ്റൊക്കെ വൻ ഗോൾഡ് സ്മഗ്ലിംഗ് ഒക്കെ നടന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങിയപ്പോഴാണ് RBI ഒരു പുതിയ റൂൾ ഉണ്ടാക്കിയത്. ഇനി ഇന്ത്യൻ റുപ്പി യൂസ് ചെയ്യാൻ പറ്റില്ല, അതിന് പകരം ഇന്ത്യൻ റുപ്പിയുടെ പകരം ഗൾഫിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൾഫ് റുപ്പി പറഞ്ഞിട്ടൊരു സീരീസ് തന്നെ പുറത്തിറക്കി. അത് വന്നത് ഒരു 1965 മിഡിൽ ഈസ്റ്റിൽ വന്നത്. പക്ഷേ അത് ഒമാനിൽ മാത്രം അവർ 1970 വരെ അത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതൊക്കെയാണ് ഇവിടുത്തെ നോട്ട്: 100 പൈസ, 50 പൈസ, അതുപോലെ 1 റിയാല്, 10 റിയാല്, 20 റിയാല്, അതുപോലെ 50 റിയാല്, പിന്നെ കുറേ കോയിനുണ്ട്. ഇതാണ് ഏറ്റവും വലിയ നോട്ട് ഇവിടെ. പിന്നെ നോട്ടിൽ ഇവരിപ്പോഴും പറയുന്നത് പൈസ എന്നാണ്. ശരിക്കും അത് പൈസ എന്നാണ്, ഇന്ത്യയിൽ നിന്ന് വന്ന ആ ഒരു പ്രയോഗമാണ്. പക്ഷേ ഇപ്പോഴും ഒരു പൈസ എന്നാണ്. നേരത്തെയൊക്കെ ഇവിടേക്ക് വരികയാണെങ്കിൽ കറൻസി പോലും ചേഞ്ച് ചെയ്യേണ്ട. പണ്ടൊക്കെ എത്രയോ രാജ്യങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്ന ഇന്ത്യൻ റുപ്പിയാണ്. ഇപ്പം അതിൻ്റെ വാല്യൂ നേരെ ഡൗൺ ആയി. ഇന്നത്തെ കറൻസി റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു റിയാൽ പറഞ്ഞാൽ 231 രൂപയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂയെ കുറഞ്ഞു. എന്താ ചെയ്യുക? അപ്പോൾ ഓക്കെ, ബായ്.